അടുത്തത് ഇൻഫെർട്ടിലിറ്റി. അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റെറിലിറ്റി. മലയാളത്തിൽ വന്ധ്യത എന്ന് പറയും. നമ്മൾ മുമ്പത്തെ ടോപ്പിക്സിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, കോണ്ടംസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, IUD ഒക്കെ അവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ജനനം ഒഴിവാക്കാം, എങ്ങനെ ഒരു ബർത്ത് ഒഴിവാക്കാം എന്നാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എങ്ങനെ കുറേ കാലത്തേക്ക് ഒരു കുഞ്ഞിൻ്റെ ജനനം ഒഴിവാക്കാം എന്നതാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഇഷ്യൂ ആണ്. ഇവിടെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടിയിട്ടുള്ള ബർത്തിന് സഹായിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഇത്തരം സ്ഥാപനങ്ങൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്നും പറയും. എന്താ ഇൻഫെർട്ടിലിറ്റി ഉദ്ദേശിക്കുന്നത്? അതിന് കൃത്യമായൊരു ഡെഫിനേഷൻ ഉണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കുട്ടികളില്ലെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി എന്നൊന്നും പറയില്ല. അങ്ങനെ ധാരണയുണ്ട് നാട്ടിൽ. ഇൻഫെർട്ടിലിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ due to some body problems in spite of prolonged unprotected sexual cohabitance. ഒരുപാട് കാലം അൺപ്രൊട്ടക്റ്റഡ്, അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ സെക്ഷൽ കോഹാബിറ്റൻസ്, ലൈംഗിക സഹജീവിതം നയിച്ചിട്ടും കുട്ടികളില്ലാതാവുന്ന അവസ്ഥക്ക് മാത്രമേ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് ഡിനോട്ട് ചെയ്യാറുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു ഫീമെയിലിൻ്റെ ഫെർട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിൽ ഡേയിൽ മാത്രമാണ്. ആ മിഡിൽ ഡേ 14th ഡേയിലോട് അടുപ്പിച്ച 2-3 ദിവസങ്ങളിൽ മാത്രമാണ് ഓവം പ്രസൻ്റ് ആവും. അപ്പോൾ ആ ഒരു സമയത്തുള്ള സെക്ഷൽ ആക്ടിവിറ്റി മാത്രമേ ഫെർട്ടിലൈസേഷനിലേക്കും പ്രഗ്നൻസിയിലേക്കും നയിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനേഷൻ പറയുന്നത് കൃത്യമായിട്ട്, ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഇൻ സ്പൈറ്റ് ഓഫ് പ്രൊലോങ്ഡ്, ദീർഘനാളത്തെ അൺപ്രൊട്ടക്റ്റഡ്, ഒരു സെക്ഷൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റൻസ്. ഇവിടെ ഇൻഫെർട്ടിലിറ്റിയിൽ പ്രോബ്ലംസ് ഒന്നുകിൽ മെയിലിനോ അല്ലെങ്കിൽ ഫീമെയിലിനോ ആവാം. ദ പ്രോബ്ലം മേ ബി വിത്ത് മെയിൽ പാർട്ട്ണർ ഓർ ഫീമെയിൽ പാർട്ട്ണർ. അത് കണ്ടെത്തിയിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാനം. ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺസ് ടെക്സ്റ്റിൽ 6 സെക്ഷനായിട്ട് പറയുന്നുണ്ട്. 6 റീസൺസ് ജനറലായിട്ട്. ഒന്ന് ഫിസിക്കൽ, ശാരീരികമായ ബോഡി പ്രോബ്ലംസ്, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സെക്സ് ഓർഗനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തകരാറ്, ഫിസിക്കലായ പ്രോബ്ലം. പിന്നെ സെക്സ് ഓർഗൻ്റെ ഫങ്ഷനിലുള്ള വരുന്ന പ്രോബ്ലം, ഫിസിയോളജിക്കൽ. ഇപ്പോൾ ടെസ്റ്റിസിന് വരുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതോ ഉള്ള സ്പേമിന് ചലനശേഷി ഇല്ലാതാവുന്നതോ ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലമാണ്. പിന്നെ കൺജൻഷ്യൽ, ബൈ ബർത്ത്, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യം, ചില ജനിതക വൈകല്യങ്ങളോ അല്ലെങ്കിൽ ജന്മവൈകല്യങ്ങളോ ചില ആൾക്കാർ ഇൻഫെർട്ടൈൽ ആക്കാറുണ്ട്. ഇപ്പോൾ ചില കേസുകളിൽ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കേസുകളിലൊക്കെ ബൈ ബർത്ത് ഇൻഫെർട്ടൈൽ ആയിരിക്കും. ഇപ്പോൾ കൺജൻഷ്യൽ മീൻസ് ബൈ ബർത്ത്. ഡ്രഗ്സ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ, അത്തരം സാധനങ്ങളൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇമ്മ്യൂണോളജിക്കൽ, അത് ബോഡിയുടെ ഒരു ഫീച്ചറാണ്. അതായത് സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്പേം ഫീമെയിൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ ബോഡിയാണ്. ഒരു ഫീമെയിൽ ബോഡിയിലേക്ക് മെയിൽ പാർട്ട്ണർ സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്പേം ഈസ് എ ഫോറിൻ ബോഡി. പലപ്പോഴും നമ്മുടെ ബോഡി ഇമ്മ്യൂണോളജിക്കൽ ആക്ഷൻ കാണിക്കുക ഒരു ഫോറിൻ ബോഡിയോടാണ്. ചില കേസുകളിൽ സിവിയർ ഇമ്മ്യൂൺ റെസ്പോൺസ് സ്പേമിനോട് കാണിച്ചിട്ട് സ്പേമിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അവസ്ഥയാണ് ഇമ്മ്യൂണോളജിക്കൽ. ആ കേസിലും സ്പേം ഡിസ്ട്രോയ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അവസാനത്തെ ഡിസീസുകളാണ്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. നമ്മൾ പറയുന്നത് സിഫിലിസ്, ഗൊണോറിയ എന്നൊക്കെ പറയുന്ന ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ ദ പേഴ്സൺ മേ ബി ഇൻഫെർട്ടൈൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഫിസിക്കലാണ്, ഓർഗനുകളുടെ സ്ട്രക്ചറിനോ ഷേപ്പിനോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോബ്ലംസ്. രണ്ടാമത്തത് അതിൻ്റെ ഫങ്ഷനിങ് പ്രോബ്ലം, ഗ്യാമറ്റോജെനിസിസിലോ ഊജെനിസിസിലോ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ. മൂന്നാമത്തത് ബൈ ബർത്ത് ഉണ്ടാകുന്ന ചില ഡിഫക്റ്റ്, അത് ചിലപ്പോൾ ജനറ്റിക് ആവാം. നാലാമത്തത് ഡ്രഗ്സൊക്കെ നിരന്തരം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സ്പേമിനോട് ഫീമെയിൽ ബോഡി സിവിയർ ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിച്ചിട്ട് സ്പേമിനെ ഡിസ്ട്രോയ് ചെയ്യാം. അവസാനത്തത് പല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളും സിഫിലിസ് പോലത്തെ ഡിസീസുകൾ പ്രൊളോങ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാതെ കടന്നു കഴിഞ്ഞാൽ ദാറ്റ് മേ ലീഡ് ടു ഇൻഫെർട്ടിലിറ്റി.
ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകളെ ആർട്ട് ക്ലിനിക് എന്ന് വിളിക്കാറുണ്ട്. ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വിളിക്കുന്ന ഒറ്റ വാക്കാണ്, മെഡിക്കൽ ടേമാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. മെഡിക്കലി അസിസ്റ്റഡ് ആയിട്ട് റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ടെക്നോളജി, അതിൻ്റെ അബ്രിവേഷനാണ് ആർട്ട്. പത്തന ഹോസ്പിറ്റലിലെ ആർട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്നൊക്കെയാണ് അറിയപ്പെടുക. അവിടെ നടത്തുന്ന പ്രധാനപ്പെട്ട സങ്കേതമാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്ന IVF. ഇൻവിട്രോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി. സാധാരണ ഇതിൽ ഫെർട്ടിലൈസേഷൻ നടക്കുക ബോഡിക്കുള്ളിൽ വെച്ചാണ്, ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട്. അങ്ങനെ നടക്കാതെ വരുമ്പോൾ ബോഡിക്ക് പുറത്ത് ഒരു റിയാക്ഷൻ ട്യൂബിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലൊക്കെ ബോഡിക്ക് പുറത്ത് സ്പേമോ ഓവോ എടുത്ത് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF. അപ്പോൾ ആർട്ട് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജികളിൽ നമ്മൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട സങ്കേതമാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നറിയപ്പെടുന്ന IVF. ഇതിൻ്റെ കോമൺ നെയിമാണ് അല്ലെങ്കിൽ പോപ്പുലർ നെയിമാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. രണ്ട് ടേമുകളാണ് ബയോളജിയിൽ യൂസ് ചെയ്യുന്ന, ഇൻവിട്രോ ഓപ്പോസിറ്റ് ഇൻവിവോ. ഇൻവിവോ മീൻസ് ബോഡിയിൽ നാച്ചുറലായിട്ട് നടക്കേണ്ട പ്രോസസ്സ് നാച്ചുറലായിട്ട് ബോഡിക്കുള്ളിൽ വെച്ച് തന്നെ നടക്കുമ്പോൾ ഇൻവിവോ എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ ഇൻവിവോയാണ്. അങ്ങനെ നടക്കാതെ വരുമ്പോൾ ബോഡിക്ക് പുറത്ത് വെച്ച് ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഇൻവിട്രോ എന്ന് പറയും. അപ്പോൾ യൂഷ്വലി ഫെർട്ടിലൈസേഷൻ ഇൻവിവോ ആണ്. നടക്കാതെ വരുമ്പോൾ ബോഡിക്ക് പുറത്ത് വെച്ച് ചെയ്യുമ്പോൾ അതിന് ഇൻവിട്രോ എന്ന് പറയും. അതേപോലെ പിന്നെ യൂറിൻ ഫോർമേഷൻ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് യൂറിൻ ഫോർമേഷൻ ബോഡിക്കുള്ളിലാണ്, ഇൻവിവോ. അതായത് ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലഡ് ഫിൽട്രേഷൻ. കിഡ്നി ചെയ്യുന്ന പ്രോസസ്സ് യൂഷ്വലി ഇൻവിവോ ആണ്. കിഡ്നിക്ക് ഡാമേജ് പറ്റുമ്പോൾ നമ്മൾ ബോഡിക്ക് പുറത്ത് വെച്ച് ചെയ്യുന്ന ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഇൻവിട്രോ ആണ്. അപ്പോൾ ഇൻവിവോ മീൻസ് എ ബയോളജിക്കൽ പ്രോസസ് നോർമലി ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി. അങ്ങനെ നടക്കാത്തപ്പോൾ അതിനെ ബോഡിക്ക് പുറത്തേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ഇൻവിട്രോ. ഇനി ഇവിടെയാണ് മെയിനായിട്ട് എക്സാം പോയിൻ്റായിട്ട് വരിക. അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ആർട്ട് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളാണ് മെയിനായിട്ട് ഈ ആദ്യത്തെ 5 എണ്ണം. പല കേസുകളിലും പല ടൈപ്പിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തത് IVF ആൻഡ് ET. അതായത് ഹസ്ബൻഡിനോ വൈഫിനോ പിന്നെ നോർമൽ ഫെർട്ടിലൈസേഷൻ പോസിബിൾ അല്ലാത്ത കേസിൽ സ്പേം മെയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, ഫീമെയിൽ പാർട്ട്ണറിൽ നിന്ന് ഓവം പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ബോഡിക്ക് പുറത്ത് വെച്ച് ഒരു ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുക. എന്നിട്ട് ചെയ്യുന്ന IVF കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രധാന പ്രോസസ്സാണ് ET. എന്താ ET? എംബ്രിയോ ട്രാൻസ്ഫർ. അതായത് ഈ എംബ്രിയോ ഫെലോപ്പിയൻ ട്യൂബിൽ നടക്കേണ്ട ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്ത് അവിടെ നിന്ന് ഗ്രോ ചെയ്യുന്ന സ്ട്രക്ചർ യൂട്രസിൽ മാത്രമേ ഗ്രോ ചെയ്യൂ. നമുക്ക് വേണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ ബോഡിക്ക് പുറത്ത് വെച്ച് നടത്താം, പക്ഷേ യൂട്രസിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേറൊരു വഴിയില്ല. 8-9 മാസം യൂട്രസിൽ തന്നെ വളരണം കുഞ്ഞ്. കാരണം ബോഡിക്ക് പുറത്ത് വെച്ച് കുഞ്ഞിനെ വളർത്താൻ നമുക്ക് പറ്റില്ല, ഫെർട്ടിലൈസേഷൻ മാത്രമേ പറ്റൂ. അപ്പോൾ IVF കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഫെർട്ടിലൈസ്ഡ് സ്ട്രക്ചറിനെ തിരിച്ച് മദറിൻ്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അത് 2 ടൈപ്പ് ഉണ്ട്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ ഉണ്ടാവും. 2 സെല്ല്, 4 സെല്ല്, 8 സെല്ല്, 16 സെല്ല്, മൂറുല, ഇങ്ങനെ ഓരോ സെല്ലിനെയും ബ്ലാസ്റ്റോമി എന്നാണ് വിളിക്കുക. 8 സെൽ സ്റ്റേജ് സമയത്താണ് നിങ്ങൾ മാറ്റുന്നതെങ്കിൽ, 8 സെൽ സ്റ്റേജ് വരെയാണെങ്കിൽ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് മാറ്റേണ്ടത്. കാരണം അതിൻ്റെ സ്ഥാനം അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബാണ്. 8 സെൽ സ്റ്റേജിന് ശേഷമാണ് നിങ്ങൾ യൂട്രസിലേക്ക് മാറ്റുന്നതെങ്കിൽ അതിനെ യൂട്രസിലേക്ക് മാറ്റണം, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. കാരണം അതിൻ്റെ സ്ഥാനം അപ്പോൾ യൂട്രസിലാണ്. അപ്പോൾ 8 സെല്ലിന് ശേഷമുള്ള ഒരു മോറുല സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ അറ്റാച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഏർലി എംബ്രിയോ ആണെങ്കിൽ യു ഹാവ് ടു ട്രാൻസ്ഫർ ടു ഫെലോപ്പിയൻ ട്യൂബ്. ഏർലി എംബ്രിയോ മീൻസ് ബിഫോർ 8 സെൽ സ്റ്റേജ്. ലേറ്റ് എംബ്രിയോ 8 സെൽ സ്റ്റേജിന് ശേഷമാണെങ്കിൽ യു ഹാവ് ടു ട്രാൻസ്ഫർ ഇൻ ടു യൂട്രസ്. ഇത് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഇത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ മീൻസ് ഫെർട്ടിലൈസ്ഡ് സ്ട്രക്ചർ ഈസ് റിട്ടേൺ ടു മദേഴ്സ് യൂട്രസ്. ഫെർട്ടിലൈസേഷൻ ബോഡിക്ക് പുറത്ത് വെച്ച് നടത്തുന്നു, എന്നിട്ട് ഫെർട്ടിലൈസ്ഡ് സ്ട്രക്ചർ ഈസ് റിട്ടേൺ ടു മദേഴ്സ് യൂട്രസ്. ഈ ET 2 ടൈപ്പാണ്. ഒന്ന് ഏർലി എംബ്രിയോ വി പ്രിഫർ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഒരു 8 സെൽ സ്റ്റേജിന് ശേഷമാണെങ്കിൽ വി പ്രിഫർ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അടുത്തത് ഇൻവിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ET. ഇൻവിവോ മീൻസ് നോർമൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു ഇൻവിവോ, എന്നിട്ട് ET ചെയ്യുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? ചില ഫീമെയിൽസിന് കണ്ടിന്യൂസ് ആയിട്ട് അബോർഷനോ മറ്റു കേസുകളൊക്കെ വരും.
എൻഡോമെട്രിയത്തിനൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഹോർമോണിനൊക്കെ സിവിയറായ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ദേ കനോട്ട് കൺസീവ് ഓർ ദേ കനോട്ട് കംപ്ലീറ്റ് ദ പ്രഗ്നൻസി. അങ്ങനെ വരുമ്പോൾ വാടക ഗർഭപാത്രം, അതാണ് സറോഗേഷൻ, വാടക അമ്മ അല്ലെങ്കിൽ സറോഗേഷൻ. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ നോർമൽ ഫെർട്ടിലൈസേഷൻ്റെ വഴി ഉണ്ടായ ഒരു ഫെർട്ടിലൈസ്ഡ് സ്ട്രക്ചറിനെ വേറൊരു സ്ത്രീയുടെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ET. ഇതിന് പറയുന്ന പേരാണ് സറോഗേഷൻ. ഇതിൽ പിന്നെ വേറൊരു സ്ത്രീയാണ് ഈ ഫെർട്ടിലൈസ്ഡ് സ്ട്രക്ചറിനെ ക്യാരി ചെയ്യുന്നത്, അവരാണ് പ്രഗ്നൻ്റ് ആവുന്നത്, അവരാണ് പ്രസവിക്കുന്നത്, അവരാണ് ലാക്റ്റേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കുഞ്ഞിനെ അവരുടെ ജനറ്റിക് മദറിലേക്ക് അല്ലെങ്കിൽ ഫാദറിന് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോർമൽ കേസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, പക്ഷേ ആ സ്ത്രീക്ക് സക്സസ്ഫുള്ളി പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഫിസിയോളജിക്കൽ പ്രോബ്ലം, ഇപ്പോൾ ഏതെങ്കിലും ഓർഗൻ ഫെയിലിയറോ അങ്ങനത്തെ ഒക്കെ കേസുകളിൽ 9 മന്ത് പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വാടക ഗർഭപാത്രം, സറോഗേഷൻ. അതാണ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ET. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ ബോഡിക്ക് പുറത്ത് വെച്ച് എന്നിട്ട് തിരിച്ച് മദറിൻ്റെ യൂട്രസിലേക്ക് മാറ്റുന്നു. ഇവിടെ ഫെർട്ടിലൈസേഷൻ ബോഡിക്കുള്ളിൽ വെച്ച് തന്നെ എന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയ സ്ട്രക്ചറിനെ മറ്റൊരു സ്ത്രീയുടെ യൂട്രസിലേക്ക് മാറ്റുന്നു. ഇനി ഫീമെയിൽസിൽ ചിലപ്പോൾ തീരെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഫീമെയിൽ ഹാസ് ടു റിസീവ് ദ ഓവം ഫ്രം എ ഡോണർ, ഒരു ദാതാവിൽ നിന്ന്, ഡോണറിൽ നിന്ന് ഓവം റിസീവ് ചെയ്യാം. ഇത്തരം ഹോസ്പിറ്റലുകളിലൊക്കെ ഓവം ബാങ്ക് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഇത്തരം ഓവം ബാങ്കുകൾ ഉണ്ടാവും, ഇത്തരം ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകളിൽ. അപ്പോൾ ഒരു ഫീമെയിലിന് തീരെ ഓവമില്ല അല്ലെങ്കിൽ എത്ര കാലം ട്രീറ്റ് ചെയ്തിട്ടും ഓവം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അധികം പ്രതീക്ഷ പിന്നെ വെക്കുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഓവം റിസീവ് ചെയ്യുക, എന്നിട്ട് അത് ഫലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റുക, എന്നിട്ട് ഹസ്ബൻഡുമായിട്ട് നോർമൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക. അപ്പോൾ ഇവിടെ ഇൻവിവോ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ പിന്നെ ET വേണ്ടി വരുന്നില്ല. ഇതേപോലെ ഇൻവിവോ ആണ്. ഇവിടെ ഇൻവിവോ ചെയ്തിട്ട് ET വേണ്ടി വരുന്നതിന് കാരണം ഈ ഫീമെയിലിന് ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ല, ഓർ ഷീ കനോട്ട് ഡെലിവർ എ ചൈൽഡ്. അപ്പോൾ ഒരു ഫീമെയിൽ പാർട്ട്ണർക്ക് ഓവം തീരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ മറ്റൊരു സ്ത്രീയുടെ ഓവം വാങ്ങിയിട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന പ്രോസസ്സാണ് ഗാമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടി ജനറ്റിക്കലി ആ സ്ത്രീയുടെ കുട്ടിയായിരിക്കില്ല, വേറൊരു സ്ത്രീയുടെ കുട്ടിയായിരിക്കും ജനറ്റിക്കലി, കാരണം ഷീസ് റിസീവിങ് എൻ ഓവം. ഇതിൻ്റെ മെയിൽ കൗണ്ടർ പാർട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഒരു മെയിലിന് തീരെ സ്പേം ഇല്ല, അല്ലെങ്കിൽ അന്യൂസ്പേമിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിൽ ഹെൽത്തി സ്പേം തീരെ ഉണ്ടാവില്ല. എത്ര കാലം ട്രീറ്റ് ചെയ്തിട്ടും സ്പേം ഇല്ല എങ്കിൽ മറ്റൊരു പുരുഷനിൽ നിന്ന് സ്പേം റിസീവ് ചെയ്യും. ഇത്തരം ഹോസ്പിറ്റലുകളിൽ സ്പേം ബാങ്ക് ഉണ്ടാവും. ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജനിലൊക്കെ സ്പേമും ഓവം ഒക്കെ കീപ്പ് ചെയ്യുന്ന ഓവം ബാങ്കും സ്പേം ബാങ്കും ഒക്കെ ആർട്ട് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു പുരുഷനിൽ നിന്ന് സ്പേം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ചെറിയ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇൻസെമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്രസിലേക്ക് സ്പേമിനെ ഇൻസെമിനേറ്റ് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ ഹസ്ബൻഡിന് സ്പേമില്ല, അപ്പോൾ ഒരു ഡോണറിൽ നിന്ന് സ്പേം ഫീമെയിൽ റിസീവ് ചെയ്യുക. അപ്പോൾ ഫീമെയിലിൻ്റെ യൂട്രസിലേക്ക് മറ്റൊരു ഡോണറുടെ സ്പേം ഇൻസെമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നടക്കുന്നത് നോർമൽ ഫെർട്ടിലൈസേഷനാണ്, എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് ഫീമെയിൽ പാർട്ട്ണർക്ക് ഓവം ഇല്ലാത്ത കേസിൽ നമ്മൾ ഒരു ഓവം റിസീവ് ചെയ്യുന്നു ഡോണറിൽ നിന്ന്. ഇത് ചെയ്യുന്നത് മെയിൽ പാർട്ട്ണർ സ്പേം ഇല്ലാത്ത കേസുകളിൽ ഒരു ഡോണറിൽ നിന്ന് സ്പേം റിസീവ് ചെയ്യുന്നു. ഇവിടെ രണ്ടിടത്തുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞിന് ആ മദറുമായിട്ട് യാതൊരു ജനിതക സാമ്യമില്ല, വേറൊരു സ്ത്രീയുടെ ജനറ്റിക് മേക്കപ്പാണ്. ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞ് ആ ഫാദറുമായിട്ട് യാതൊരു ജനറ്റിക് മേക്കപ്പും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ജനറ്റിക്കലി റിലേറ്റഡ് ടു അനദർ പേഴ്സൺ. ആ പേഴ്സൺ ആരാന്നുള്ളതൊന്നും റിവീൽ ചെയ്യില്ല. അടുത്തത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ICSI എന്നറിയപ്പെടും. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആൻഡ് ET. ചില കേസുകളിൽ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് പോലും സ്പേമിന് ഉണ്ടാവില്ല. അപ്പോൾ ഓവത്തിൻ്റെ മേലെ സ്പേം നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് പോലും സ്പേമിന് ഇല്ലെങ്കിൽ അതുകൂടെ നമ്മൾ ചെയ്യുന്നു. എന്താ, ഒരു ഓവത്തിനെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യും, മെഡിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് ഓവത്തെ ഇമ്മൊബിലൈസ് ചെയ്യും. എന്നിട്ട് ചെറിയ ഒരു നീഡിൽ പോലത്തെ സ്ട്രക്ചർ കൊണ്ട് ഇതിൽ സ്പേം എടുക്കും. എന്നിട്ട് ഇതിന് ചെറിയൊരു ബ്രേക്ക് ഉണ്ടാക്കിയിട്ട്, ഓവം മെംബ്രെയിന് ചെറിയൊരു ബ്രേക്ക് ഉണ്ടാക്കിയിട്ട് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസ്മിലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യും. അതാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. നിങ്ങൾക്കറിയാം, സ്പേമിൻ്റെ ടിപ്പിലുള്ള എക്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഓവത്തിൻ്റെ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യുന്നത്. എക്രോസോമിൻ്റെ സ്ട്രക്ചറിനൊന്നും ഓവത്തിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ അതുകൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട് ഓവത്തിൻ്റെ ഉള്ളിലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ.
ഇത് ചെയ്യുന്ന ബോഡിക്ക് പുറത്താണ്, ഇൻവിട്രോ ആണ്. ഇപ്പം നാച്ചുറലി ET വേണ്ടി വരും, എംബ്രിയോ ട്രാൻസ്ഫർ. ഇപ്പോൾ എപ്പോഴും ഓർമ്മിച്ചോളെ, എംബ്രിയോ ട്രാൻസ്ഫർ 2 ടൈപ്പാണ്. ഏർലി എംബ്രിയോ ആണെങ്കിൽ സ്വിഫ്റ്റ് ചെയ്യും, ലേറ്റ് എംബ്രിയോ ആണെങ്കിൽ IUT ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഹസ്ബൻഡിൻ്റെയും സ്പേമും ഫീമെയിൽ പാർട്ടിൽ നിന്ന് ഓവം എടുത്തിട്ട് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഹൈ പവർ മെഡിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് ഓവത്തെ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് ചെറിയ നീഡിൽ പോലത്തെ സ്ട്രക്ചർ കൊണ്ട് സ്പേമിനെ ഓവത്തിൻ്റെ മെംബ്രെയിൻ പ്രിക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. കാരണം പലപ്പോഴും സ്പേമിന് പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. അതിന് പിന്നാലെ ET വേണ്ടി വരും. ഇനി ഇതൊന്നും അല്ലാത്തൊരു പ്രൊസീജിയറിനെ പറ്റി ടെസ്റ്റ് പറയുന്നുണ്ട്. അതൊരു പ്രാക്ടീസാണ്, ട്രീറ്റ്മെൻ്റ് അല്ല. അഡോപ്ഷൻ, ദത്തെടുക്കുക അഡോപ്ഷൻ. അപ്പോൾ ടെസ്റ്റ് പറയുന്നുണ്ട് അഡോപ്ഷൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഓവർകം ഇൻഫെർട്ടിലിറ്റി. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഓവർകം ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡാണ് അഡോപ്ഷൻ. അങ്ങനെ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ആ അഡോപ്റ്റ് ചെയ്യുന്ന ചൈൽഡ് ജനറ്റിക്കലി അവരുടെ ചൈൽഡ് അല്ലെങ്കിലും ഇവിടെ 2 പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നു. ബിക്കോസ് ദർ ആർ ഓർഫൻസ്, അനാഥരായ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. an orphan get a parent and parents get a child. അതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. അഡോപ്ഷൻ ഒരു ബെസ്റ്റ് വേ ഓഫ് ഓവർകം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാൻ കാരണം, ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളൊക്കെ, ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ റിസൾട്ട് തരണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. ഒരുപാട് കാലവും ഒരുപാട് പണവും സ്പെൻഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സുകളാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. അതിനേക്കാളൊക്കെ ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കലാണ് അഡോപ്ഷൻ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ട സമയം ഒഴിവാക്കാം, ട്രീറ്റ്മെൻറ്റിന് വേണ്ട ചിലവൊഴിവാക്കാം. മാത്രമല്ല ഓർഫൻ, അനാഥനായ ഒരു കുഞ്ഞിനെ പാരൻസിനെ കിട്ടി, കുട്ടികളില്ലാത്ത പാരൻസിന് ഒരു കുഞ്ഞിനെയും കിട്ടി. അപ്പോൾ അഡോപ്ഷൻ ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ട്രീറ്റിംഗ് ഇൻഫെർട്ടിലിറ്റി. ഡു യു എഗ്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ യാസ്ന്നേ പറയാൻ പാടുള്ളൂ. അതിൻ്റെ റീസൺ ഇതാണ്. ഒന്ന്, വി ക്യാൻ അവോയ്ഡ് ദ ടൈം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ട്രീറ്റ്മെൻറ്റ്. ദ സെക്കൻഡ് വൺ ഈസ് ദ ഓർഫൻ ഗെറ്റ് പാരൻസ് ആൻഡ് ദ പാരൻസ് ഗെറ്റ് ചൈൽഡ്. ഓക്കെ.